ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. ഓട്സ് കൊണ്ടുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് സ്നാക്കാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും കൈകൾ നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ സോപ്പ് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് കഴുകിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ നല്ലതുപോലെ ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകണം. കഴിയുന്നതും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു സാനിറ്റൈസർ കൂടി കയ്യിൽ കരുതണം. എന്നാൽ ശരി, നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഓട്സ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഓട്സ് ആണ്. അതിപ്പോൾ ഏത് ഫ്ലേവറിലുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് അതിൻ്റെ ആ ഒരു പച്ച ഉണക്കൊന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള, ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും കൂടിയാണ്. അപ്പോൾ ക്യാരറ്റും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുണ്ടാവും. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ റവ കൂടിയാണ്. അപ്പോൾ ഇതിപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഏതായാലും മതിയാവും. റവയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തൈര് കൂടിയാണ്. അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. തൈരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് കൂടുതൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് കുറച്ച് മാത്രം ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ. കാരണം നമ്മളിതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകരുത്, എങ്കിൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇനി നമുക്ക് വേണ്ടത് നല്ല ചൂട് ഓയിലിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം ഓട്സിൻ്റെ മിക്സ് എടുത്ത് ഓരോ ഉണ്ണിയപ്പ കുഴിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഡിസൈനാണ് അതിൻ്റെ മുകളിൽ വീഴുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മളതൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ഡിസൈൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഉണ്ണിയപ്പ ചട്ടിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു കടായിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഇതിലാകുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രമേ ഓയിൽ ആവശ്യമായിട്ട് വരുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ഓട്സിലാണ് ഇങ്ങനെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാനേ പറ്റില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്സ് എങ്ങാനും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു ബ്രൗണിഷ് കളർ വരും. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുമ്പോഴത്തേക്കും ആ സ്നാക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ട് മാറും. അത് ഏത് സ്നാക്കായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഹോളുള്ള ഒരു തട്ടിലേക്ക് മാറ്റുമ്പോഴത്തേക്കും എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. ഒരുപാട് സമയം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു തേങ്ങാ ചട്നിയാണ്. തേങ്ങാ ചട്നി റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം.
ഓട്സ് കൊണ്ട് ഇതുവരെയും സ്നാക്ക് ഒന്നും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.